നമസ്കാരം. ഷക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ ഞെട്ടൽ എന്നൊരു വാക്ക് മലയാളിക്ക് പുത്തിരിയല്ലാതായി മാറിയിരിക്കുകയാണ്. കൊടും ക്രൂരത നിറഞ്ഞ കൊലപാതകങ്ങൾ. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അമ്മയുടെ ഗർഭപാത്രത്തിന് ശേഷം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഒരു സേഫ്റ്റി അനുഭവിക്കുന്നത് സ്വന്തം ഭവനമാണ്. ഇന്ന് ആ ഭവനത്തിൽ കൂടപ്പിറപ്പുകൾ പോലും കൊലയാളികളായി മാറുന്ന അവസ്ഥ, അമ്മമാർ മക്കളെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ, മാതാപിതാക്കൾ തങ്ങൾ വളർത്തി വലുതാക്കിയ മകനെ അല്ലെങ്കിൽ മകളെ പേടിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്ന് നാട് മാറിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ വിശേഷിപ്പിച്ച കേരളം ഇന്ന് പിശാചിന്റെ ഒരു സ്വന്തം നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരിയിൽ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖും കൂടപ്പിറപ്പുകളായിട്ടുള്ള തന്റെ പെൺസുഹൃത്ത് ഉൾപ്പെടെ കൂടപ്പിറപ്പുകളായിട്ടുള്ള 5 പേരെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ അഫാനും, ഒപ്പം തന്നെ ചേന്നമംഗലത്ത് ഇരട്ട കൊലപാതകം നടത്തിയ ഋതുവും ഒക്കെ ഇന്നത്തെ മാറുന്ന കേരള സമൂഹത്തിന്റെ ഒരു പ്രതീകം മാത്രമാണ്. ഈ ചോരപ്പടങ്ങളും ലഹരി മാഫിയയും അധാർമികതകളും ഒക്കെ എത്രത്തോളം ഒരു ദാരുണമായിട്ടുള്ള അതിദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. നൂറ് ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ മലയാളി നാടിന് സംഭവിച്ചത്? പ്രബുദ്ധ കേരളം, സാക്ഷര കേരളം എന്നൊക്കെ അഭിമാനിച്ചിരുന്ന നമ്മുടെ ഈ നാടിന് എന്താണ് പറ്റിയത്? എങ്ങനെയാണ് നമ്മുടെ നാടിന്റെ ഒരു ഉറ കെട്ടുപോയത്? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷക്കീന ബിഗ് ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സിനിമാ സംവിധായകൻ ശ്രീ രാമസിംഹൻ, ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്ട് സ്ലിബ പുളിമൂടൻ, ഒപ്പം തന്നെ അധ്യാപക കൂടിയായിട്ടുള്ള ഡോക്ടർ കൊച്ചുറാണി ജോസഫ്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ രാമസിംഹൻ, ഈ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ പൊതുസമൂഹം ആദ്യം ഒരു വേട്ടക്കാരന്റെ ഒരു രൂപത്തിൽ നിർത്തുന്നത് ഇന്നത്തെ ഒരു സിനിമയാണ്. മാർക്കോ പോലുള്ള ഇറച്ചിപ്പടങ്ങൾ അല്ലെങ്കിൽ ചോരപ്പടങ്ങൾ, അനവധി സിനിമകൾ, പൈശാചികമായിട്ട് കൊലപാതകം ചെയ്യുന്ന നായകനെ അത് വാഴ്ത്തിപ്പാടുന്ന സിനിമകൾ, ആ ക്രൂരതയുടെ ഏതറ്റം വരെയും സ്ക്രീനിൽ കാണിക്കാവുന്ന രീതിയിലേക്ക് സിനിമ അധപതിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ സിനിമയുമായി ബന്ധപ്പെട്ട പല പ്ലാറ്റ്ഫോമുകളിലും ഈ ഷക്കീന ബിഗ് ഡിബേറ്റുമായി ബന്ധപ്പെട്ട അങ്ങ് ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തിത്വം കൂടിയാണ്. സിനിമയ്ക്ക് ഒരു സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. പക്ഷെ എങ്കിൽ പോലും ഈ മാറുന്ന സാഹചര്യത്തിൽ 2025 പിറവിയെടുത്ത ഒരു 100 ദിവസം പോലും ആകുന്നതിന് മുമ്പ് നിരവധി കൊലപാതകങ്ങൾ, അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ, അതും സ്വന്തം ഭവനത്തിൽ വെച്ച് തന്നെ പല കൊലപാതകങ്ങളും അരങ്ങേറുന്നു. ഇത്തരത്തിലുള്ള ഒരു ക്രൂര മനോഭാവത്തിലേക്ക് നമ്മുടെ യുവത്വം മാറുന്നതിൽ ഒരു പങ്ക് എത്രത്തോളമുണ്ട്? ഈ അഫാന്റെ കേസ് തന്നെയാണെങ്കിലും ഈ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് സിനിമ വ്യക്തിയെ, ആ ചെറുപ്പക്കാരനെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. മറ്റു പല കൊലപാതകങ്ങളും സിനിമയുടെ ഒരു സ്വാധീനം കൃത്യമായിട്ടും പ്രകടമായിരുന്നു. അപ്പോൾ ഈ സിനിമ എത്രത്തോളം ഈ ക്രൂര കൃത്യങ്ങളിലേക്ക് ചെറുപ്പക്കാരെ നയിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്? ആ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം ഒരു ഉത്തരവാദിത്ത ബോധത്തിലേക്ക് സിനിമ മേഖലയിലുള്ളവർ മാറേണ്ടതുണ്ട് ശ്രീ രാമസിംഹൻ? സിനിമ ശരിക്കും പറഞ്ഞത് ബ്ലാക്ക് ആർട്ടാണ്, നമ്മൾ അങ്ങനെയാണ് പറയുക. സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. വെളിച്ചത്തിൽ ഷൂട്ട് ചെയ്ത് ഇരുട്ടത്ത് കാണിക്കുന്ന ആ ഇരുട്ട് എന്ന് പറഞ്ഞത് ഓഡിയൻസിനെ നിർബന്ധമായിട്ടും ഒരു സീറ്റിലേക്ക് ഇരുത്തിയിട്ട് എല്ലാ വാതിലുകളും അടച്ച് ഈ ഓഡിയൻസിന്റെ മസ്തിഷ്കത്തിലേക്ക് ഡയറക്റ്റ് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ഒരു ആർട്ടാണ് സിനിമ. മറ്റ് ആർട്ടിനൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന പ്രതലം നമുക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു സമൂഹത്തിനെ കണ്ടുകൊണ്ട് നമ്മൾ പരസ്പരം റിയാക്ട് ചെയ്യുന്നു, ചിലപ്പോൾ നമ്മൾ അഭിപ്രായം പറയുന്നു. ഇങ്ങനെയാണ് മറ്റെല്ലാ കലകളെയും നമ്മൾ കാണുന്നത്. പക്ഷെ സിനിമയ്ക്കൊരു ഒരു കുഴപ്പമുള്ളത്, അത് ഈ സംവിധായകന്റെ മാത്രം ആജ്ഞയ്ക്ക് വിധേയനായിട്ട് ഒരു പ്രേക്ഷകൻ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടുപിടിച്ച് ആദ്യം ഈ സിനിമയുടെ നമ്മളൊരു ഡോക്യുമെന്റേഷൻ ലെവലിലെത്തിയപ്പം ലെനിൻ ഈ സിനിമ എന്ന് പറയുന്ന ആ ശാസ്ത്രം കണ്ടിട്ട് ലെനിൻ ആദ്യം പറഞ്ഞത് ഇത് പ്രൊപ്പഗണ്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന മീഡിയമാണെന്ന് പറഞ്ഞത്. അതായത് ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തെ നേരിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കലയാണ് സിനിമ എന്ന് ആദ്യം ഈ പറയുന്ന ലെനിനാണ്. അതുകൊണ്ട് തന്നെയാണ് ലെനിൻ അല്ലെങ്കിൽ ചൈന ഒക്കെ സിനിമ വിപ്ലവത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ചെറുപ്പക്കാരെ പെട്ടെന്ന് വിപ്ലവത്തിലേക്ക് എടുത്ത് ചാടിക്കാനും ആയുധങ്ങൾ ഉപയോഗിക്കാനുമുള്ള ഒരു ത്വര ഉണ്ടാക്കിയതും
ഇതൊക്കെ സിനിമയുടെ ഭാഗമാണ്. അപ്പൊ സിനിമ നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക തലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു മീഡിയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള നമ്മൾ ഈ സിനിമയിലേക്ക് വരുന്നത് കലാകാരന്മാരായിരുന്നു. ഇന്ന് കലാകാരന്മാരല്ല, ഇന്ന് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആണ് ഇന്ന് സിനിമയുടെ പിന്നാമ്പുറത്തിരിക്കുന്നത്. അപ്പൊ ഞാനൊക്കെ സിനിമയിലേക്ക് വരുന്നത് നാട്ടിൻപുറത്ത് നാടകം കളിച്ച് നാട്ടുകാരെ അറിഞ്ഞ് നമ്മളൊരു പൊതു സമൂഹത്തിന്റെ പൾസ് അറിഞ്ഞ് അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മൾ തമിഴൻ പറയുന്ന പോലെ മൺപാശം, ഈ തായ്പാശം, തങ്കൈ പാശം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സൊസൈറ്റിയിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളാണ് നമ്മളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് മാറി ഇവരും ഒരു ടെക്നിക്കൽ മീഡിയമായിട്ട് മാറുമ്പം അവിടെ മനുഷ്യന്റെ മനസ്സിനൊന്നും ഒരു പ്രാധാന്യമില്ല. കാരണം ഇവർ കണ്ടു വളർന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ ന്യൂജൻ ഫിലിം മേക്കേഴ്സ് അവർ വളർന്നു വന്നത് ഈ ആധുനികമായിട്ടുള്ള എന്താ പറയാ, നമുക്ക് ഗെയിംസ്, ഇപ്പം നമുക്കറിയാലോ, നിരന്തരമായി മനുഷ്യനെ വെടിവെച്ച് കൊല്ലുന്നു, അറുത്ത് കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, ഇത്തരത്തിലുള്ള ഒരു ആ മീഡിയയിലൂടെയാണ് ഇപ്പോൾ പുതിയ ജനറേഷൻ വളർന്നു വരുന്നത്. അപ്പൊ നമുക്കൊന്നും ഇപ്പോഴത്തെ ഗെയിം ഒന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനൊരു ടെക്നിക്കൽ ഒരു പേഴ്സണാലിറ്റി മാത്രമേ ഉള്ളൂ. അവന് സൊസൈറ്റി എന്താണെന്ന് അറിയില്ല. അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ സഹോദരി, ഭാര്യ, മക്കൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഈ പറയുന്ന ടെക്നീഷ്യൻസിന് അറിയില്ല. അവനെ സംബന്ധിച്ചോളം ഏറ്റവും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ എന്താണ് വിറ്റഴിക്കാൻ പറ്റുക. നമുക്ക് 2000 വരെ എടുക്കുക. 2000-ന് മുമ്പുള്ള സിനിമയും 2000-ന് ശേഷമുള്ള സിനിമയാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനൊക്കെ 2004-ലാണ് സിനിമ ഏകദേശം നിർത്തുന്നത്. കാരണം ഈ നമ്മൾ പറയുന്നത് ആധുനിക സിനിമ എന്ന് പറഞ്ഞിട്ട് വന്ന്, അതായത് എന്തും പറയാം, എന്തും കാണിക്കാം, എന്തും ചെയ്യാം, ന്യൂജൻ സിനിമ. അവിടെ എനിക്ക് തോന്നുന്നു ആ ന്യൂജൻ സിനിമയുടെ തുടക്കത്തിൽ വന്നിരിക്കുന്നത് ഒക്കെ തന്നെയും ഒരു സ്ത്രീയുടെ, നമ്മൾ അന്ന് വരെ പറയാത്ത കാര്യങ്ങൾ പറയാം, സ്ത്രീയുടെ അവയവങ്ങളെ കുറിച്ച് പറയുക, അവരുടെ ബോഡി ഷെയ്മിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റൊന്ന് വന്നിരിക്കുന്നത് വ്യംഗ്യാർത്ഥത്തിലുള്ള തോന്നിവാസം, അങ്ങനെ തന്നെ വേണം പറയാം, വ്യംഗ്യാർത്ഥത്തിലുള്ള തോന്നിവാസം. അതിൽ തുടങ്ങി പിന്നീട് ഈ ഏറ്റവും മ്ലേച്ഛമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഡ്രഗ് ഉപയോഗിക്കുന്നതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള സിനിമകൾ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഭാഷ ആദ്യം ഇല്ലാതെയായി, രണ്ടാമത് ലഹരി അവിടെയൊക്കെ കയറി വന്നു. അപ്പൊ ഇത് രണ്ടും കൂടി കഴിഞ്ഞപ്പോൾ മൂന്നാമത് ലഹരിയുടെ ഉപയോഗം കഴിഞ്ഞ പിന്നെ വയലൻസ് ആണ്. അത് സംശയമില്ല. ലഹരി, പ്രത്യേകിച്ചും ആധുനിക ലഹരി, അത് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇഫക്റ്റ് വയലൻസ് ആണ്. ഇത് സൃഷ്ടിക്കുന്നവരും ഇതിൽ അഭിനയിക്കുന്നവരും ഒക്കെ ഇതിന്റെ ഉപഭോക്താക്കളാണെന്നാണ് ഇപ്പൊ പൊതുവെയുള്ള അറിവ്. അവൻ ലഹരിയിലാണ് എഴുതുന്നത്, അവൻ ലഹരിയിലാണ് അഭിനയിക്കുന്നത്, അവൻ ലഹരിയിലാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. അപ്പൊ തന്നെ അവരെ സംബന്ധിച്ചോളം ഒരു നോർമൽ അവസ്ഥ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാനിത് ഒന്നടങ്കം പറയല്ല, പക്ഷെ ഇപ്പൊ വരുന്ന ന്യൂ ജനറേഷനിൽ ഇതിന് ഭാഗമല്ലാത്ത ആർട്ടിസ്റ്റ് ആരാണ്, ടെക്നീഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. പണ്ടൊക്കെ നമ്മൾ പറയും ആള് മദ്യപിക്കും, ഇയാൾ മദ്യപിക്കും. ശരിയാണ്, ആ മദ്യപാനത്തിന് നമുക്കറിയാം. കാരണം അടുത്ത് വരുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിയും, മണം അറിയും. നമ്മൾ പറയും ചേട്ടാ ഈ പണി നടക്കൂല കേട്ടോ, മദ്യപിച്ച് സെറ്റ് വരാൻ പറ്റില്ല, നമ്മൾ ആദ്യമേ വാൺ ചെയ്യും. ഇപ്പൊ അങ്ങനെയല്ല, ഇവന് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. ഇവൻ എപ്പോഴാ കത്തിയെടുക്കുക, ഇപ്പൊ എപ്പോഴാ കുത്തുക എന്ന് നമുക്കറിയില്ല. അപ്പൊ അവന്റെ മനസ്സിന്റെ ഒരു പ്രതിഫലം തന്നെയാണ് ഈ ആധുനിക സിനിമ, ഇപ്പോഴത്തെ ഈ ന്യൂ ജന്മ സിനിമ എന്ന് പറഞ്ഞാൽ. അവന്റെ ബന്ധങ്ങളൊക്കെ ഉടഞ്ഞു പോയിരിക്കുന്നു. അവന് സൊസൈറ്റി എന്താണെന്ന് അറിയില്ല. കാരണം അവരുടെ ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ ആദ്യമേ ഒന്ന് വിശകലനം ചെയ്യണം. പണ്ട് നമ്മൾ കുടുംബം എന്ന് പറഞ്ഞ് ആ കുടുംബത്തിൽ ഒട്ടി നിന്നാണ് നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കുടുംബമില്ല. ആ പകരം കുടുംബത്തിന് പകരം ഇവരുടെ ഒരു എന്താണ് പറയുന്നത്, കുറച്ച് ഗാങ്സ്റ്റേഴ്സ് അങ്ങനെ കൂടി ചേർന്നിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമയിലേക്ക് വിരൽ കൊണ്ടുവന്നതിന് മുന്നേ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ഒരു പ്രശ്നത്തെ കുറിച്ച് നമ്മൾ ആദ്യം വിലയിരുത്തണം. കാരണം ആ കുടുംബം തന്നെയാണ് ഇത്തരം സിനിമകളിലേക്ക് ഈ കുട്ടികൾ പോകാനും അത്തരം ചിന്താഗതിയിലേക്ക് മാറാനും അടിസ്ഥാനപരമായി നമ്മുടെ സൊസൈറ്റിയിൽ വന്ന കുടുംബ ബന്ധങ്ങളിൽ വന്ന മാറ്റം അത് തന്നെയാണ്. ഈ സിനിമാക്കാരന്റെ കുടുംബ ബന്ധമില്ലാത്തതുകൊണ്ടാണ് സിനിമാക്കാരൻ ഇങ്ങനെ ചെയ്യുന്നത്.
സംവിധായകനും നടനും ആരായിക്കോട്ടെ, അവന് ഒരു സൊസൈറ്റി, താൻ ജീവിക്കുന്ന സൊസൈറ്റി താൻ ചെയ്യുന്നത് മൂലം ഇല്ലാതാവുന്നു അല്ലെങ്കിൽ നശിക്കുന്നു എന്ന് പറയുന്നത്, അതിന് മുഴുവൻ വയലൻസ് എന്ന് പറയുമ്പോൾ ഒരു അഭിമാനത്തോടു കൂടി പറയുന്ന നടനെ നമുക്ക് അംഗീകരിക്കും. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത്രമാത്രം വയലൻസ് എന്ന് പറഞ്ഞു. ഉണ്ണിമുന്നൻ എനിക്ക് നല്ല ഇഷ്ടമുള്ള നടനാണ്, പക്ഷേ ഞാൻ ആ സിനിമ കാണാൻ പോയിട്ടില്ല. അതിന്റെ അഭിപ്രായം കേട്ടതന്നെ. പക്ഷെ ആ സിനിമ ഭയങ്കര ഹിറ്റാവും. അവിടെയാണ് ഏറ്റവും വലിയ കണ്ടുകൊണ്ടിരിക്കാവുന്ന ഫാമിലി സിനിമകൾ ഫ്ലോപ്പ് ആവുകയും ഇത്തരം ഈ കൊടും ക്രൂരതകളുള്ള സിനിമകൾ സക്സസ് ആവുകയും ചെയ്യുമ്പോൾ വീണ്ടും അതിന്റെ പുറകെയാണ് ആൾക്കാർ ഓടുന്നത്. അതെ, അത് വലിയൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ശ്രീ രാമസിംഹൻ? അതായത് ഇത്തരം സിനിമകൾക്ക് കൈയടിക്കാൻ ഇവിടെ ആളുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. അത് നല്ല ഗുഡ് ഫീലിംഗ് മൂവീസ് ഇറങ്ങുന്നുണ്ട്, പക്ഷെ അതൊന്നും സക്സസ് ആവുന്നത് പലപ്പോഴും അത് OTT-ലൊക്കെ ഇറങ്ങുമ്പോഴാണ് ഇത്ര മനോഹരമായിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പ്രേക്ഷകർ പോലും അറിയുന്നത്. പക്ഷേ ഇത്തരം സിനിമകൾ തിയേറ്ററിൽ കൈയടിക്കാൻ എങ്ങനെ ഒരു ആൾക്കൂട്ടത്തെ കിട്ടുന്നു? അത് ചർച്ച ചെയ്യേണ്ട ഒരു ചോദ്യം തന്നെയല്ലേ? ആ ആൾക്കൂട്ടത്തെ ശരിക്കും സൃഷ്ടിക്കപ്പെടുന്നതാണ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ പണ്ടത്തെ പോലെയല്ല. ഒരു സിനിമ ഇവർ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇവര് എന്തൊക്കെ മാർഗം ഉപയോഗിക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ എല്ലാ മാധ്യമങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വളരെ സമർത്ഥമായിട്ടാണ് ഇവര് ഇതിനെ സക്സസ് ആക്കി എടുക്കുന്നത്. പിന്നെ മറ്റൊന്ന് ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത്, ഇതിന് തത്തുല്യമായിട്ട് വാർത്താ മാധ്യമങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നല്ലൊരു സിനിമ എടുത്താൽ അതിന് ഒരു പ്രൊമോഷനും ഇല്ല. എന്നാൽ ഇത്തരം ആളുകളുടെ വലിയൊരു വരുമാനം ഇവർക്ക് വരുന്നുണ്ട് രണ്ട് രീതിയിൽ. ഇപ്പൊ നമുക്കറിയാം, ഒരു 2000-ന് മുന്നേ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ വൈകുന്നേരങ്ങളിൽ കൊലപാതക സീരീസ് 1 മണിക്കൂറാണ് കാണിക്കുന്നത്. ഇത്ര നീളമുള്ള കത്തി അത് ഇന്ന രീതിയിൽ വീശി ഇത്ര ആഴത്തിൽ കുത്തി ഇറക്കി അമ്മയുടെ കഴുത്ത് ഇങ്ങോട്ടായിരുന്നു, അമ്മയുടെ നെഞ്ചി വിടർന്നു, അതിനുശേഷം ഈ രീതിയിലാണ് ഇപ്പൊ വൈകുന്നേരം വരുന്ന നമ്മുടെ ഈ ഒരു കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെ? ആ ഒരു സീരീസിലാണ് കാണിക്കുന്നുണ്ട്. അവര് എങ്ങനെ ചെയ്യുന്നു. ഈ ഒരു സിനിമയിൽ വന്ന ഈ സിനിമയെക്കാളും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട്, കാരണം ഈ വയലന്റ് നടന്ന ബ്ലഡ് ഒലിച്ചിരുന്നു. ഇപ്പൊ ഇന്നലെ തന്നെ വെച്ചു ആ കുട്ടി 5 കൊലപാതകം കഴിയുമ്പോൾ അത് എങ്ങനെ പോയി, എവിടെ നിന്ന് പുറപ്പെട്ടു, എങ്ങനെയൊക്കെ നടന്നു, എങ്ങനെയാണ് എവിടെ നിന്നാണ് ചുറ്റിയൊക്കെ പാടിച്ചത്, ഏത് രീതിയിലാണ് ചുറ്റി, ഇത് കാണുന്നവന് ഇതൊരു ഈസി ആയിട്ട് മാറും. ഒരു കൊലപാതകത്തെ നമ്മള് ഇങ്ങനെ വിവരിച്ചു കൊടുത്താൽ, ഇങ്ങനെ അടിച്ചാൽ ഇത്ര പെട്ടെന്ന് ചാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഏറ്റവും വലിയ കുഴപ്പം ഇങ്ങനെ അടിച്ചാൽ ഇത്ര സെക്കൻഡ് കൊണ്ട് ചാവും എന്ന് പത്രമാധ്യമങ്ങൾ, ഈ മനോരമയും ഏഷ്യാനെറ്റും അടക്കുന്ന എല്ലാ മാധ്യമങ്ങളും ഇതിന് പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. സിനിമ മാത്രമല്ല, അവരാണ് ഇതിനേക്കാൾ, കാരണം ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നത് അവരാണ്. ഇതിന് നല്ല വയലൻസ് ഉണ്ട്. ആ വയലൻസ് ആണ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആരാണ്? മീഡിയ ആണ്. അതിന് നെഗറ്റീവായിട്ട് ഒരാളും ഒന്നും പറയുന്നില്ല. സൊസൈറ്റിയെ മുന്നോട്ട് നയിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ ഇതിന് കൂട്ടു നിൽക്കുകയാണ്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ രാമസിംഹൻ. ഫാദർ സ്കോട്ട് സ്ലീവ അദ്ദേഹം പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ് ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള ഒരു ഗ്ലോറിഫിക്കേഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഈ വയലൻസുമായി ബന്ധപ്പെട്ട്. ഒരു 3 തലത്തിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു തലമുറ അംഗീകാരം ആഗ്രഹിക്കുന്നവരാണ്. ഒരു ഹൈപ്പർ സെൻസിറ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കും, ഒരു ജെന്നിസർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തലമുറ. അപ്പോൾ പലപ്പോഴും ഇത്തരം കൊലപാതകങ്ങൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ കുറെ ദിവസം ചാനലുകളിൽ നിറഞ്ഞു നിൽക്കാം എന്നൊരു ചിന്ത അവിടെ വരുന്നു. രണ്ടാമത്തെ ഒരു ഗ്ലോറിഫിക്കേഷൻ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമുക്കറിയാം, ഈ ഭീകരതയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി നിരപരാധികളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഹമാസിനെ പോരാളികളായിട്ട് വാഴ്ത്തിപ്പാടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇവിടുത്തെ സംവിധാനങ്ങൾ മാറുന്നു. അപ്പോൾ അത് കണ്ടാണ് ഇന്നത്തെ തലമുറ വളരുന്നത്. അപ്പോൾ കൊലപാതകികൾ ഒരു പോരാളികളായി മാറുന്നു, അവിടെയും ഒരു ഗ്ലോറിഫിക്കേഷൻ. മൂന്നാമത്തെ ഒരു ഗ്ലോറിഫിക്കേഷൻ ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു ഹീറോ പരിവേഷം. ഈ ഗ്ലോറിഫിക്കേഷൻ തന്നെ ഇവിടെ ഈ കുറ്റകൃത്യങ്ങൾ കൂടുന്നതിൽ വളരെ അതിനിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നില്ലേ ഫാദർ സ്കോട്ട് സ്ലീവ? തീർച്ചയായിട്ടും. ഇന്ന് കേരള സമൂഹം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ഒരു കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തിയ നാട്, ഇന്ന് ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ പൈശാചികമായ എല്ലാ ക്രൂരകൃത്യങ്ങളും നിറവാടുന്ന ഒരു സംസ്ഥാനമായിട്ട് ദൈവത്തിന്റെ സ്വന്തം നാട് മാറുകയാണ്. എങ്ങനെ ഇത്തരത്തിൽ മാറി എന്നുള്ളത് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചു നോക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സിനിമ പറഞ്ഞത് നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറഞ്ഞതുപോലെ, സിനിമയ്ക്കകത്ത് അത് പറയുകയും അതിന്റെ പിന്നണിയിലും അതിന്റെ പശ്ചാത്തലങ്ങളും ഒക്കെ ഇത് തന്നെ കാണിക്കുന്നു. എനിക്ക് ഈ സിനിമ കാര്യങ്ങളുമായിട്ട് ഒന്ന് ചേർത്ത്, അല്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷന്റെ ഭാഗമായിട്ട് സിനിമയെ ഉദ്ധരിച്ചതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തണേ. എല്ലാം കാണിച്ചിട്ട് നിയമപരമായ മുന്നറിയിപ്പ് ഇത് ഉപയോഗിക്കരുത്. നിയമപരമായ മുന്നറിയിപ്പ്,
അല്ലെ 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കാണരുത്, കൊണ്ടുപോകരുത്. ഇങ്ങനെ ഒരു തരത്തിലൂടെ ഇത് തെറ്റാണെന്ന് പറയുകയും അതിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലേക്ക് ഇത് പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ സത്യത്തിൽ ഇരട്ടത്താപ്പാണ് ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളിലൂടെയും മുഴുവൻ സിനിമാ മാധ്യമങ്ങളിലൂടെയും ഒക്കെ നടത്തപ്പെടുക. ഈ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അംഗീകാരമുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇവിടെ ഒരു അധ്യാപികയുണ്ട്, അപ്പൊ ടീച്ചറിന് കുറച്ചുകൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. നമ്മുടെയൊക്കെ കലാലയങ്ങളിൽ അതിനുള്ള വേദികൾ ഉണ്ടായിരുന്നു. കലാലയങ്ങളിൽ നല്ല ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. ക്ലബ്ബുകളോട് ചേർന്ന് മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ സ്പോർട്സ് ഉണ്ടായിരുന്നു, ആർട്സ് ഫെസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ വായനശാലകൾ ഉണ്ടായിരുന്നു. വായനശാലകളോട് ചേർന്ന് വർഷത്തിൽ ഒരിക്കൽ വായനശാലകളുടെ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള വായന ദിനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മത്സരങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ നാടുകളിൽ ചെറിയ ചെറിയ ചർച്ചാ വേദികൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ രാഷ്ട്രീയ ബോധവും പൊതുബോധവും വളർത്തുന്ന രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലബ്ബുകളോട് ചേർന്ന് നമ്മുടെ വായനശാലകളോട് ചേർന്ന് ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. ഈ കൂട്ടായ്മകളിലൂടെ വളർന്നു വന്നവരൊക്കെയാണ് ഇന്ന് ഈ സമൂഹത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്നവരും ഇന്ന് ഈ സമൂഹത്തിന്റെ നാനാ വിധങ്ങളായിട്ടുള്ള തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെ വളർന്നു വന്നിട്ടുള്ളത് ഇതിങ്ങനെ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലെ നല്ല നല്ല സൗഹൃദ കൂട്ടായ്മകളിലൂടെയാണ്. ഈ കൂട്ടായ്മകൾ അംഗീകരിക്കുവാനായിട്ട് സാധ്യമായിരുന്നു. പക്ഷെ ഇന്ന് നേരെ തിരിച്ച് അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു ഫോണിലേക്ക് ചുരുങ്ങുന്ന ലോകം മുഴുവൻ അവന്റെ വിരൽത്തുമ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ അയൽപക്കത്ത് ആരാണെന്ന് അവൻ അറിയില്ല. അവന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവനൊന്നിനെ കുറിച്ച് ഒരു ബോധ്യമില്ലാതെ പോകുമ്പോൾ അവൻ കാണുന്നത് ഇത്തരത്തിലുള്ള വാഴ്ത്തിപ്പാടുന്നതും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മഹത്വവൽക്കരിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രവണതകളൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് യുവജനങ്ങളുടെ ഇടയിൽ അതിനൊരു വലിയ സ്വാധീനമുണ്ട്. അതിന്റെ രീതിയിലേക്ക് പോയാൽ ഇങ്ങനെയൊക്കെ പോയാൽ നല്ലതാണെന്ന് പറയാൻ, അല്ലെ നല്ലതാണ് കുറച്ചു നാളൊന്ന് ഫെയിമിൽ നിൽക്കാമെന്നുള്ള ധാരണയുണ്ട്. 2016 മുതൽ 2023 വരെ ഇന്നലെ ഒരു കണക്കുകൾ എവിടെയോ കാണാനിടയായി. അപ്പോൾ 360% ലഹരിയുടെ ഉപയോഗ കേസുകൾ വർദ്ധിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുമാത്രം ഭീകരമായ രീതിയിലേക്കാണ് കേരള സമൂഹത്തിലെ കാര്യങ്ങൾ മാറ്റപ്പെടുന്നത്. അതൊന്നും ആർക്കും ചർച്ചാ വിഷയമാകുന്നില്ല. മറിച്ച് ഇത്തരം സിനിമകളിലൂടെയും ഇത്തരം നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട രാംസിംഗ് സാർ ഓർമ്മപ്പെടുത്തിയതുപോലെ കഴിഞ്ഞ ദിവസം ഈ വെഞ്ഞാറമൂട്ടിൽ നടന്ന കൊലപാതകത്തിനെ കുറിച്ച് മണിക്കൂറുകളാണ് ചർച്ച ചെയ്തത്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മാനസിക അസ്വസ്ഥത തോന്നും. അത് ഒരു കൂസലുമില്ലാതെ മുഴുവൻ മാധ്യമങ്ങളും അതിരുന്ന് ആഘോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ മാധ്യമങ്ങളും അത് തന്നെ പിന്നെയും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇങ്ങനെ ഒരു മാനസികമായ ചാഞ്ചാട്ടം ഉണ്ട് എപ്പോഴും. നല്ലതിലേക്ക് പോകണോ തിന്മയിലേക്ക് പോകണോ അല്ല തെരഞ്ഞെടുക്കണോ എന്നുള്ള ഒരു സാധ്യതയുണ്ട്. 20% ഒരു വ്യക്തിയുടെ കുടുംബം, ബാക്കി 80% അവന്റെ സാഹചര്യങ്ങളാണ്. അപ്പൊ ഈ സാഹചര്യങ്ങൾ അവനെ ഇത്തരത്തിലേക്ക് പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിൽ യാതൊരു തെറ്റുമില്ല. കാരണം അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മുടെ യുവജനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകളിൽ നല്ല നല്ല സൗഹൃദ വേദികൾ രൂപപ്പെടണം. നല്ല കലാലയങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. നല്ല ആശയ സംവാദങ്ങൾ നടക്കുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ഈ ചിരി ക്ലബ്ബുകൾ പോലെയും അതോടൊപ്പം തന്നെ ഈ ഫ്ലാറ്റുകളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ചെറിയ ചെറിയ കൂട്ടായ്മകളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം അത് ഫലവത്തായിട്ട് നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ കൊച്ചു സ്ഥലം സ്കൂളുകൾ മുതലുള്ള മുതിർന്ന കലാലയങ്ങൾ വരെയുള്ളത് നല്ല നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ എത്ര നല്ല പ്രണയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് ആ പ്രണയങ്ങൾ പോലും മറ്റൊരു രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള സിനിമകളിലൂടെയും ഇത്തരത്തിലുള്ള വൈകാരികമായ ഒരു ഉത്തേജനത്തിലൂടെ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുക. ഇന്ന് നമ്മുടെ യുവജനങ്ങളെയും അടുത്തൊരു തലമുറ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് ഈ തലമുറയിലെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടില്ല. അവളെ അംഗീകരിക്കുന്ന, അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവരെ വളർത്തിയെടുക്കുന്ന ഒരു പൊതുബോധം രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലാതെ അടച്ചു പൂട്ടിയിട്ട് അവനെ ഒരു മുറിയിലിട്ട് അവളെ ഒരു മുറിയിലിട്ട് ഒരു ഫോണും കൊടുത്തിരുത്തി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ അഗ്രസീവായിട്ട് മാറുന്നതിന് തെറ്റൊന്നുമില്ല. നമ്മൾ 1ഉം 2ഉം കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണ് നമ്മൾ 8ഉം 10ഉം ഉള്ളതിന്റെ പങ്കുവെക്കലിന്റെ അനുഭവം പറയുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ വിശാലമായിരുന്നു, സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കൊണ്ടും കൊടുത്ത് നമ്മുടെ പിള്ളേർ വളർന്നു വന്നത് പറഞ്ഞതുപോലെ ഇന്ന് കൊടുക്കാനും അറിയില്ല, കൊള്ളാനും അറിയില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപ്പോഴേ പോയി കയറിൽ തൂങ്ങുന്ന കുഞ്ഞുങ്ങൾ. ഇന്നലെ കണ്ടു ഒരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടി ശുചിമുറിയിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത ഓൺലൈനിൽ കാണുന്നുണ്ട്. അപ്പൊ എത്രമാത്രം ഭീകരമാണ് നമ്മുടെ ഈ നാട്ടിലെ അന്തരീക്ഷം എന്നത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇതിനൊരു മാറ്റത്തിലേക്ക് പോകണമെങ്കിൽ നല്ല നല്ല കൂട്ടായ്മകൾ രൂപപ്പെട്ടുവെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് ഈ വാഴ്ചപ്പാടലുകളൊക്കെ മാറ്റിയിട്ട് ഇത് തെറ്റാണെന്ന് കൃത്യമായിട്ട് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പൊതുബോധവും രൂപപ്പെടണം. ഓക്കെ, വ്യക്തമാണ്.
ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ആദ്യമേ തന്നെ അങ്ങയോട് ചോദിക്കാൻ അങ്ങനെ ഒരു അധ്യാപിക കൂടിയാണ്, ഭയമുണ്ടോ എന്നൊരു കാര്യം അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് ഭയമില്ലാത്ത ഒരു തലമുറ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെ ഭയമില്ല, അധ്യാപകരെ ഭയമില്ല. അധ്യാപകരെ പോലും പലരും പങ്കുവെക്കാറുള്ള പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടാണ് പലപ്പോഴും വിദ്യാലയങ്ങളിൽ അധ്യാപനം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ തലമുറയ്ക്ക് പറ്റിയത്? അങ്ങ് വളരെ നാളുകളായിട്ട് അധ്യാപന ജോലിയിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ്. ഒരു 2-3 തലമുറയൊക്കെ അങ്ങ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങ് അധ്യാപന ജീവിതം തുടങ്ങിയ ആ ഒരു കാലഘട്ടം, പിന്നീട് അത് പുരോഗമിച്ചു കൊണ്ടുവന്ന ആ ഒരു കാലഘട്ടം, ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു തലമുറ, എന്ത് മാറ്റമാണ് അവിടെ സംഭവിച്ചത് അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ, ഡോക്ടർ കൊച്ചുറാണി ജോസഫ്? ഈ പറഞ്ഞ 3 തലമുറകൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ഈ 3 തലമുറകളും തലമുറകളില് ചിന്താരീതിയില് അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങളുടെ തുടക്കം നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിൽ വന്ന മാറ്റങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിലെ മാറ്റത്തെയും ഒന്ന് വിലയിരുത്തേണ്ടത്. അപ്പൊ നേരത്തെ വിദ്യാഭ്യാസം എന്തിന് എന്നുള്ളതിന്റെ പർപ്പസ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. യുനെസ്കോയുടെയൊക്കെ അഭിപ്രായത്തില് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഒരു പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് ആണ്. അതായത് സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഒരുവനെ പ്രാപ്തനാക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. ഈ സഹവർത്തിത്വം നടപ്പിലാകണമെങ്കിൽ അല്ലെങ്കിൽ അതിന് തയ്യാറാകണമെങ്കിൽ വിദ്യ ഒരുവനിലൂടെ കടന്നു പോകണം. ഒരു വ്യക്തി വിദ്യാലയത്തിലൂടെ കടന്നു പോവുകയല്ല, വിദ്യ അവനിലൂടെ കടന്നു പോവുകയാണ് വേണ്ടത്. വിദ്യ അവനിലൂടെ കടന്നു പോകുന്നത് 2 രീതിയിലാണ്. ഒന്ന് ഔപചാരിക വിദ്യാഭ്യാസം, 2 അനൗപചാരിക വിദ്യാഭ്യാസം. ഔപചാരിക വിദ്യാഭ്യാസം സിലബസ് ഓറിയന്റഡ് ആണ്, അത് ബുദ്ധിയോട് പറയുന്നതാണ്, അതിനകത്തല്ല. അനൗപചാരിക വിദ്യാഭ്യാസത്തിലാണ് ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. കുട്ടികളുടെ ഫോർമേഷൻ അല്ലെങ്കിൽ രൂപീകരണം എന്നൊക്കെ പറയുന്നത് വെറും ഇൻഫോർമേഷനിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുമ്പോൾ, അവിടെ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ഒക്കെ സംഭവിക്കുമ്പോൾ അത് ബന്ധങ്ങളുടെ വളർച്ചയിലാണ് നമ്മൾ സംഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ ബന്ധങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. കഴിഞ്ഞ തലമുറയോട് തുറന്നു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ തലമുറയോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാതെ വിഷമിക്കുന്ന അധ്യാപകരെയാണ് ലോകത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് അമ്മ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് ഫയർ സ്റ്റേഷൻ വരെ, പോലീസ് സ്റ്റേഷനാണെന്ന് പറഞ്ഞ് ഫയർ സ്റ്റേഷൻ വരെ എത്തി നിൽക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ബന്ധങ്ങളെയെല്ലാം വളരെ ലാഘവത്തോടുകൂടിയും യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു കൾച്ചറോട് കൂടിയും, അതായത് ഞാൻ ഉപയോഗിക്കുന്നു, എന്റെ ഉപയോഗത്തിന് ശേഷം ഞാനത് കളയുന്നു എന്ന് പറയുന്ന ആ ഒരു ബന്ധങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ബോധ്യത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് അമ്മയും അച്ഛനും ചേട്ടനും പെങ്ങളും കാമുകിയും കാമുകനും ഒക്കെ എന്റെ ആഗ്രഹത്തിനനുസരിച്ച് എന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പറ്റിയില്ലെങ്കിൽ, ഞാൻ നിർണയിക്കുന്ന ഒരു ബൗണ്ടറി ലൈൻ അകത്തല്ലെങ്കിൽ ഉടനെ അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ചിന്തയിലേക്ക് വരുന്നു, അവരെ ഇല്ലാതാക്കുക എന്നുള്ള ചിന്തയിലേക്ക് വരുന്നു. അവിടെ നേരത്തെ ഇവർ പറഞ്ഞതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾക്കൊരു നല്ല പങ്കുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കൊരു പങ്കുണ്ട്. കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന, അതായത് വീട്ടിലൊക്കെ പ്രൈം ടൈം വിത്ത് ദ ഫാമിലി മെമ്പേഴ്സ് നഷ്ടപ്പെട്ടു. നമ്മുടെയൊക്കെ ഡൈനിങ് ടേബിളുകൾ ഊഷ്മളമാകേണ്ടതും മൂല്യങ്ങളുണ്ട്. അനൗപചാരിക വിദ്യാഭ്യാസമൊക്കെ അവിടെയാണ് നടക്കുന്നത്. ക്ലാസ് മുറിയേക്കാളേറെ കോറിഡോറിലും ക്യാൻറ്റീനിലും കോളേജിന്റെ ലൈബ്രറികളിലും ഒക്കെയാണ് വിദ്യാഭ്യാസം നടക്കുന്നത്. ഈ വിദ്യാഭ്യാസം ഇപ്പം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. കുറെ കുട്ടികൾ ഒന്നിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ എടാപോടാ ലാംഗ്വേജിലും ആ രീതിയിലായിട്ട് മാറി നമുക്ക് കണ്ടുപഠിക്കാൻ മാതൃകകൾ നഷ്ടമാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെ ഭാഷ മക്കൾക്ക് മനസ്സിലാകുന്നില്ല, മക്കളുടെ ഭാഷ പേരൻസിനും മനസ്സിലാകുന്നില്ല, ഇവരുടെ ആരുടെയും ഭാഷ സമൂഹത്തിന് മനസ്സിലാകുന്നില്ല. ഈ രീതിയിലുള്ള ഒരു അപചയം നമ്മളിങ്ങനെ കാണുമ്പോഴാണ് ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അതുകൊണ്ട് ഉള്ളിലേക്ക് എന്തെടുക്കുന്നു, ഞാനിങ്ങനെ പറയാറുണ്ടേ, സിലബസ് മറന്നു കഴിഞ്ഞും ക്ലാസ് റൂം വിട്ടു കഴിഞ്ഞും ഒരുവനിൽ എന്ത് അവശേഷിക്കുന്നു അതാണ് വിദ്യാഭ്യാസം. ഒരുവൻ എന്ത് ഉള്ളിലേക്ക് ഇംബൈബ് ചെയ്ത് എടുക്കുന്നു, അകത്തോട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. ആ എടുക്കുന്നതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, സ്വഭാവം എന്ന് പറയുന്നത്. ഈ ക്യാരക്ടർ ഫോർമേഷൻ നടക്കാത്തത് കൊണ്ട് അത് വീട്ടിൽ നിന്നും കിട്ടുന്നില്ല. വീട്ടിൽ എന്റെ മോഡൽ അച്ഛനെ കണ്ടു പഠിക്കട എന്ന് പറയാൻ പറ്റുന്ന അമ്മ ഇവിടെ ഇല്ല. അമ്മയെ നോക്കി നീ ജീവിക്കുക എന്ന് പറയാൻ പറ്റുന്ന അമ്മമാരും ഇവിടെ ഇല്ല. ഈ ഒരു അപചയം, അതുകൊണ്ട് നമ്മൾ പുതിയ തലമുറേനെ മാത്രം എന്റെ അച്ഛന്റെ ഉത്തരവാദിത്വ ബോധം, എന്റെ അമ്മയുടെ സത്യസന്ധത, ഇതൊക്കെ എനിക്ക് വേണം എന്ന് പറയാൻ തക്ക വിധത്തിൽ ഏത് മക്കളാണ് ഇവിടെ വളർത്തപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂല്യത്തിന്റെ അല്ലെങ്കിൽ ഈ മൂല്യാവബോധത്തിന്റെ ഇഴനാഴികൾ നമുക്ക് നഷ്ടപ്പെടുന്നത് വീടുകളിലെ ഡൈനിങ് ടേബിളിലെ സംഭാഷണമില്ലായ്മയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഈവൻ മുകളിലിരിക്കുന്ന കൊച്ചിനെ വാട്സപ്പിലൂടെ ഫുഡ് ഈസ് റെഡി എന്ന് അമ്മ ചെയ്യുമ്പോഴും
ഐ ഡോണ്ട് വാണ്ട്, ഐ ഹാഡ് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ് എന്ന് തിരിച്ച് വാട്സപ്പ് ചെയ്യുന്ന മക്കളുമായപ്പോൾ ബന്ധങ്ങൾ പോയത് കൊണ്ട് മൂല്യങ്ങൾ പോയി. അതുകൊണ്ട് ക്ലാസ് റൂം അതിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. നമ്മൾ പലപ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ പേരൻസുമായിട്ടുള്ള ബന്ധം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഓപ്പൺ ഹൗസിൽ വന്ന് പേരൻസിനെ കാണുമ്പോൾ നമുക്കറിയാം കൊച്ചു എത്രയോ ഭേദമാണെന്ന്, മാതാപിതാക്കളെ എത്രയോ ഭേദമാണ് കൊച്ചു. ആ രീതിയിലാണ് ഈ ജീവിതത്തോട് തന്നെയുള്ള കാഴ്ചപ്പാട്. അല്ലെങ്കിൽ അവരൊരു പക്ഷെ അവർക്ക് അറിയില്ല കുട്ടികൾക്ക് എന്താ കൊടുക്കേണ്ടതെന്ന്. കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വല്ലാത്തൊരു വിരോധാഭാസം, ഒരു ഐറണി അല്ലെങ്കിൽ ഡൈക്കോട്ടമി ഇവിടെയുണ്ട്. വ്യക്തികളെ സ്നേഹിക്കുകയും വസ്തുക്കളെ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചാണ്. വസ്തുക്കളെ സ്നേഹിക്കുകയും വ്യക്തികളെ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ഐറണിയാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് എന്തൊക്കെ മേടിച്ചു കൊടുക്കണം, വസ്തുക്കൾ കൊടുത്താൽ സ്നേഹം കിട്ടും, സന്തോഷം കിട്ടും എന്ന് പറഞ്ഞ് എന്തൊക്കെ മേടിച്ചു കൊടുക്കണം എന്നതാണ് പേരൻസിന്റെ ചിന്ത. അതുകൊണ്ട് പിന്നെ പേരൻസിനെ എങ്ങനെ ഉപയോഗിക്കണം, വ്യക്തികളെ എങ്ങനെ ഉപയോഗിക്കണം, ഇത് തന്നെയാണ് ക്ലാസ് റൂമിൽ സംഭവിക്കുന്നത്. ക്ലാസ് റൂമിൽ സംഭവിക്കുമ്പോൾ ഈ ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, പോകാൻ പറയും. റിലേഷൻഷിപ്പ് പോവുകയാണ്, ആ ടീച്ചർ പൊള്ളിയാണ്, ഇത് അടിപൊളിയാണ്, ആ ടീച്ചറിന്റെ ക്ലാസ്സിലിരിക്കും. യു സി, കണ്ടന്റിനേക്കാളേറെ അവർക്ക് എത്രത്തോളം രസകരമാണ് ടീച്ചറിന്റെ ക്ലാസ്സിന്റെ കണ്ടന്റിനേക്കാളേറെ എത്രത്തോളം അറിവ് പകർന്നു തരുന്നു എന്നതിനേക്കാളേറെ മറിച്ച് അവർക്ക് ഒരു എന്താ പറയുക, നമ്മൾ ഈ ദർശനം നഷ്ടപ്പെട്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, കാഴ്ചപ്പാടുകൾ പോയി. അത് പോയപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ക്ലാസ് റൂമിലെ ബന്ധങ്ങൾക്കൊക്കെ അപജയം വന്നു. ടീച്ചർമാർക്ക് അതിനെ ഭയമായപ്പോഴത്തേക്കും ടീച്ചർമാർ ഓർക്കും, സിലബസ് പഠിപ്പിച്ച് തീർത്താൽ മതി, ഞാനല്ലാണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ ജീവിതമാണ് പോക്കാണ്. അതുകൊണ്ട് സിലബസ് തീർക്കുക എന്നുള്ള ഒരു ടാസ്ക് ഓറിയന്റഡ് ആയിട്ട് ടീച്ചേഴ്സ് മാറുന്നു, പേഴ്സൺ ഓറിയന്റഡ് ആകുന്നില്ല. ടാസ്ക് വേണം, സിലബസ് വേണം, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു പേഴ്സൺ ഓറിയന്റഡ് അപ്രോച്ച്. മോനെ, എന്താ നിന്റെ മുഖം വാടിയിരിക്കണം, നിനക്ക് എന്ത് പറ്റി, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്താ സംഭവിച്ചത്, എന്ത് പറ്റി എന്ന് ചോദിക്കാനുള്ള ഒരു ഫ്രീഡം, അതിന്റെ റീസൺ തുറന്നു പറയാനുള്ള ഒരു ഓപ്പൺനെസ്സും വിദ്യാർത്ഥികൾക്കില്ല. ഈ ഓപ്പൺനെസ് വീട്ടിലില്ലാത്തത് കൊണ്ട് നാട്ടിലും ഇല്ല. അതുകൊണ്ട് നമുക്ക് അച്ഛൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലബ്ബുകൾ, ഞാൻ ഇന്നലെ ഒരു ഡ്രഗ് അഡിക്ഷൻ സെന്റർ നടത്തുന്നവരുമായിട്ട് സംസാരിക്കുകയായിരുന്നു, ഡി അഡിക്ഷൻ സെന്റർ. അവർ പറഞ്ഞു ഏറ്റവും നല്ല റെമഡി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പഞ്ചായത്തിൽ ഓരോ വാർഡിലും ക്ലബ്ബുകൾ ഉണ്ടാകട്ടെ എന്നുള്ളത്. സ്പോർട്സ് ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ് ഉണ്ട് ഇപ്പം. അത് ഈ ഒരു ഫോക്കസോടുകൂടി, ലഹരി വിരുദ്ധ ഫോക്കസോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ആ വാർഡിൽ ഏതൊക്കെ വീട്ടിലെ ഏതൊക്കെ കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആണ്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ഒപ്പിയെടുക്കാൻ സാധിക്കും. അല്ലാണ്ട് വലിയ ബോധവൽക്കരണത്തെ കുറിച്ചോ വലിയ പ്രസംഗമോ ക്ലാസ്സോ, ഞാനൊക്കെ ഒത്തിരി ലഹരി വിരുദ്ധ ക്യാമ്പുകളിൽ ഇപ്പൊ ക്ലാസ് ഒക്കെ എടുക്കുന്നത്, പേരൻസിന് ക്ലാസ് എടുക്കുന്നു, കൗൺസിലേഴ്സിന് ക്ലാസ് എടുക്കുന്നു, ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുന്നു. ഞാൻ മനസ്സിലാകുന്ന ഇതിനൊന്നും വലിയ റീച്ച് ഇല്ലെന്ന്. കുറച്ച് തിയറി പറയാം എന്നല്ലാണ്ട് ഇതിനൊന്നും വലിയ റീച്ച് ഇല്ലെന്ന്. മറിച്ച് നമ്മൾ പോലെ തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി എന്ന് പറയുന്നത് പോലെ ഒരു ലോക്കലൈസ്ഡ് ഗ്രൂപ്പ് സിസ്റ്റം. അപ്പൊ എന്താണ്, ആ വീട്ടിലെ കൊച്ച് സന്ധ്യ കഴിഞ്ഞപ്പോ പുറത്തോട്ട് പോയി, അത് എന്തിനായിരിക്കും പോണത്, അപ്പുറത്തെ വീട്ടിലെ കാർന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ കാർന്നവർക്ക് ഇതിനുള്ള ഇന്റഗ്രിറ്റി ഉണ്ടോ, ക്രെഡിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ആർജവം ഉണ്ടോ എന്നുള്ളത്. ആ കൊച്ചിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആർജവം ഈ അയൽവക്കത്തെ ചേട്ടനുണ്ടോ എന്നുള്ളത് വലിയ വിഷയമാണ്. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മുടെ ലോക്കൽ ഗ്രൂപ്പുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു ഡിസ്കണ്ടന്റ്മെന്റ് ഈ തലമുറയ്ക്ക് വളരുകയാണ്. കണ്ടന്റ്മെന്റ്, ഒരു തൃപ്തിയില്ല, ഒന്നിലും തൃപ്തിയില്ല. അതുകൊണ്ട് ഞാൻ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന അധ്യാപികയാണല്ലോ. അപ്പൊ ഞാൻ ഇക്കണോമിക്സ് പഠിപ്പിക്കുന്ന നമുക്കറിയാം, സാമ്പത്തികത്തിൽ തൃപ്തി ഉണ്ടാവുകയും ഉള്ളതിനെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്കണോമിക് പ്ലാനിങ് എന്നൊക്കെ വിളിക്കുന്നത്. ഈ ഉള്ളതിൽ തൃപ്തിയില്ല എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. അതുകൊണ്ടാണ് ഈ കടം കയറുമ്പോഴാണ് പിന്നെ നിരാശയിലേക്ക് വരുന്നത്. ആ ഒരു ബൗണ്ടറി ലൈൻ വരയ്ക്കാനൊക്കെ പഠിപ്പിക്കാൻ ആർജവമുള്ള ആരുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ശ്രീ രാമസിംഹൻ, ഈ ഇടയ്ക്ക് ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ ഒരു എഡിറ്റർ പറഞ്ഞൊരു വാചകം ഓർമ്മയിൽ വരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ഒരു ലഹരി ഉപയോഗം നടക്കുന്ന സംസ്ഥാനങ്ങൾ പഞ്ചാബ്, കാശ്മീർ, കേരളം. ഈ പഞ്ചാബിലെ യൂത്തിന്റെ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ വളരെയധികം ചർച്ച ചെയ്തതാണ്. ഇന്ത്യൻ സൈന്യത്തിലേക്ക് വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ പഞ്ചാബിൽ നിന്നും വരാറുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികൾ, രാജ്യത്തിന്റെ ശത്രുക്കൾ പഞ്ചാബിന്റെ യൂത്തിന്റെ ഉള്ളിലേക്ക് ലഹരി കുത്തിക്കയറ്റുന്നു, ആ യൂത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലൂടെ ലഹരി ആയിക്കോട്ടെ, അങ്ങ് നേരത്തെ പറഞ്ഞ സിനിമകളിലൂടെയുള്ള ഒരു അപജയമായിക്കോട്ടെ, ഈ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്ലോറിഫിക്കേഷൻ, ടീച്ചർ പറഞ്ഞതുപോലെ കുടുംബ ബന്ധങ്ങളിലെ ഒരു തകർച്ച, അപ്പോൾ ഇതിനെല്ലാം പ്രേരകമാകുന്ന ഒരു സോഴ്സ് ഉണ്ട്.
അതിന് വളം വെക്കുന്നവർ അക്ഷരാർത്ഥത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു രാജ്യദ്രോഹ പ്രവർത്തനം തന്നെയല്ലേ നടത്തുന്നത്? കാരണം വളർന്നു വരുന്ന ഒരു തലമുറയുടെ ഭാവി തന്നെ കെടുത്തുന്നു, അങ്ങനെ ഒരു നാടിനെ നശിപ്പിക്കുന്നു, ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്നു. ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തികൾ തന്നെയല്ലേ ഇത്തരം സംവിധാനങ്ങളിലൂടെ നടത്തപ്പെടുന്നത്? ശ്രീരാമചന്ദ്രൻ. തീർച്ചയായിട്ടും നമ്മളത് കണക്കാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്ന് സുലഭമായിട്ട് ഈ സിന്തറ്റിക് ലഹരി ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് എവിടുന്ന് വരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. ഈ രാസലഹരിയും മറ്റ് ഈ ആധുനിക ലഹരിയും വരുന്നത് നമ്മുടെ രാജ്യത്തിന് പുറത്തുനിന്ന്. ഇപ്പൊ നമുക്ക് അടുത്ത കാലത്ത് അറിയാം, ഗുജറാത്ത് ഏരിയയിലൊക്കെ ടണ്ണ് കണക്കിനാണ് പിടിച്ചെടുത്തത്. കോടിക്കണക്കിന് രൂപയുടെ ലഹരിയാണ് പിടിച്ചെടുത്തത്. ആ കോടിക്കണക്കിന് ലഹരി പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമ്മൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അടുത്ത് ഇവിടുത്തെ ദ്വീപില് ഒരു ഇഷ്യൂ ഉണ്ടായി. ദ്വീപിലെ നമ്മുടെ ഒരു ഏരിയ സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുത്ത് അവിടെ പട്ടാളം ക്യാമ്പ് സ്ഥാപിക്കലുമായിട്ട് ദ്വീപിൽ കുറച്ച് പ്രശ്നമായപ്പോൾ ആ ദ്വീപിന്റെ വിഷയത്തിൽ ആദ്യം ഇടപെട്ടത് സിനിമാക്കാരാണ്, അതും കൊച്ചിയിലെ സിനിമാക്കാരാണ്. എന്തായിരുന്നു അതിന്റെ പിന്നില്? കാരണം കേരളത്തിലേക്ക് ലഹരി എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗമായിരുന്നു ദ്വീപ്. അവിടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഒരു നോട്ടം വരിക എന്നുള്ളത് വലിയ പ്രശ്നം ഉണ്ടാക്കും ഈ ലഹരി കടത്തിന് എന്നറിയാം. അപ്പൊ പിന്നെ അതേപോലെ ഞാൻ പറയല്ല, ഒരു ലഹരി സീൻ സിനിമയിൽ ഉപയോഗിച്ചാൽ ലഹരി സീൻ കാണിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. അതായത് സിനിമയിൽ ഒരു ലഹരി സീൻ ഉൾപ്പെടുത്തിയാൽ ലക്ഷങ്ങൾ കിട്ടുന്ന. അപ്പോൾ രണ്ട് രീതിയിൽ ലഹരി ഒന്ന്, അതുകൂടാതെ തന്നെ ബ്ലാക്ക് മണി, ഹവാല മണി, ഇത് രണ്ടും ഒരു രാജ്യത്തെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള. മൂന്നാമതാണ് നമ്മൾ സ്വർണ്ണമൊക്കെ വരുന്നത്, മൂന്നാമതേ വരുന്നുള്ളൂ. ലഹരി, ഹവാലയുടെ ഭാഗം തന്നെയാണ് സ്വർണം. ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. പഞ്ചാബ് തന്നെ ബോർഡറാണ്, നമുക്ക് പറയാം, പാകിസ്ഥാന്റെ ബോർഡറാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രോൺ ഉപയോഗിച്ച് ലഹരി എത്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കേരളം അങ്ങനെയല്ല, ഇത്ര ദൂരം കിടക്കുന്നു, എങ്കിലും കേരളത്തിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു മാഫിയ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ഈ കേസുകൾ ഏറ്റെടുത്തിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ എടുത്ത കേസുകളിലൊക്കെ പ്രതികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രതികളിൽ ഒരാള് ഒരു വിഭാഗത്തിന്റെ ആളായിരിക്കും, മറ്റൊരാള് മറ്റൊരു വിഭാഗത്തിന്റെ ആളായിരിക്കും. ഞാനത് പറയുമ്പോൾ മറ്റൊരു അർത്ഥത്തിലാണ് പറയുന്നത്. കൃത്യമായിട്ടും ചിലർ യൂസ് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന പല കേസുകളും പിടിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. കാരിയറായിട്ട് ഉപയോഗിക്കുന്നത്, മതത്തെ ഉപയോഗിച്ച് കാരിയറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു ലഹരി എന്ന് പറയുന്നത് മതത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണം. അന്യരാജ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ പിടിക്കപ്പെടുന്ന ആളുകളുടെ മതം ചോദിക്കാമോ എന്ന് ചോദിക്കരുത്. മതം ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ ഈ പിടിക്കപ്പെടുന്ന ക്രിമിനലുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഇത്തരം നാർക്കോട്ടിക് ഡീല് നടക്കുന്നത് ഏത് വിഭാഗത്തിലൂടെയാണ് എന്ന് പറയാതെ നമുക്ക് പറയേണ്ടി വരും. നമുക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാളെ നമുക്കെതിരെ കേസ് വരുമ്പോൾ കാരണം പല സത്യങ്ങളും പുറത്തു പറയാൻ പറ്റില്ല, നമ്മളെ പിടിച്ചകത്തിടും. അങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. അപ്പൊ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. അത് സിനിമയ്ക്കും ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അതായത് 2000-ന് ശേഷം സിനിമയെ ഹൈജാക്ക് ചെയ്ത ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരായിരുന്നു. അതാരും മറന്നു പോകരുത്. സിനിമയെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പുറത്തായത്. സിനിമയെ ഹൈജാക്ക് ചെയ്യപ്പെടുകയും സിനിമയിലേക്ക് വരുന്നത്, സിനിമയിൽ ഉപയോഗിക്കുന്നത് മുഴുവൻ ബ്ലാക്ക് മണി ആയിരുന്നു എന്നുള്ളതും ഇപ്പോഴും അറിയാം. അതല്ലാതെ ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന കൊച്ചു കേരളത്തിൽ ഇപ്പം നമ്മുടെ കണക്കറിയാം. ഞാൻ സിനിമയിൽ എല്ലാ പണിയും ചെയ്തിട്ടുള്ളതാണ്. സിനിമ ഉണ്ടാക്കി റിലീസ് ചെയ്ത് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാം, 10 രൂപ കളക്ട് ചെയ്താൽ 3 രൂപയെ പ്രൊഡ്യൂസർക്ക് കിട്ടുള്ളൂ. അഥവാ 100 കോടി കളക്ട് ചെയ്താലേ 30 കോടി കിട്ടുള്ളൂ. അപ്പൊ 1000 കോടി കളക്ട് ചെയ്താലേ 300 കോടി കിട്ടുള്ളൂ. അപ്പൊ 300 കോടി മുടക്കുന്ന ഒരു സിനിമയ്ക്ക് 1000 കോടി ഇന്ന് വരെ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ടോ? ചെറിയൊരു കണക്കാണ് ഞാൻ പറഞ്ഞത്. 100 കോടി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കോടി കളക്ട് ചെയ്യണം? 100 കോടിയാണ് ഒരു സിനിമയുടെ മുടക്ക്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പണം, സിനിമയ്ക്ക് മുടക്കുന്ന പണം തിരിച്ചു വേണ്ട എന്നുള്ള പണമാണ് യഥാർത്ഥത്തിൽ. ആരും നിലവിളിക്കുന്നതോ ആത്മഹത്യ ചെയ്യുന്നതോ നമ്മൾ കാണുന്നില്ല. ഇപ്പൊ നമുക്കിവിടെ ഉണ്ടായിരുന്നു ജൂബിലി ജോയി തോമസ് ഉണ്ടായിരുന്നു, സെൻട്രൽ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു, അപ്പച്ചൻ ഉണ്ടായിരുന്നു, എത്ര നല്ല പ്രൊഡ്യൂസർമാരുണ്ടായിരുന്നു. നിങ്ങളിപ്പോ ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയ്ക്കുള്ള പ്രൊഡ്യൂസർ ആരാണെന്ന് ചോദിച്ചാൽ
അറിയോ? ആ പ്രൊഡ്യൂസറുടെ പേര് പോലും അറിയില്ല. അപ്പോൾ തിരിച്ചു കിട്ടേണ്ടാത്തൊരു പണം, ആ പണം ഇവിടെ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടി എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. എന്തിനു വേണ്ടിയാണ്? സൊസൈറ്റിയെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. സൊസൈറ്റിയിൽ ഇത്തരം, നമുക്കറിയാം, ഒരു ജനതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് ചെറുപ്പക്കാർ. അവരുടെ നില തെറ്റിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ എളുപ്പം നമുക്ക് കീഴടക്കാൻ പറ്റും. എളുപ്പം കീഴടക്കാൻ പറ്റും. പിന്നെ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ, ടീച്ചറെ വിദ്യാഭ്യാസത്തിൽ ഞാൻ പഠിച്ചത്, ഇപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. തോളത്തു ഗനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി കളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് എൻ്റെ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിച്ച് കാട്ടുതീയിലകപ്പെട്ട പക്ഷിക്കുഞ്ഞുങ്ങളുടെ. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് നൈർമല്യം, അതല്ലെങ്കിൽ അനുകമ്പ, അല്ലെങ്കിൽ അങ്ങനെ കരുണ എന്നുള്ളതൊക്കെ വിതറിയിരുന്ന പാഠഭാഗങ്ങൾ ഇന്നുണ്ടോന്ന് എനിക്കറിയില്ല ടീച്ചറെ. ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ആ പാഠഭാഗങ്ങളില്ല. അപ്പം ഒരു എന്താണ്, സിംഹത്തിന്റെ അടുത്ത് അകപ്പെട്ട് പശുവിനോട് പശു പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വരാം, അതുവരെ എന്നെ ജീവനോടെ വെക്കണം എന്ന് പറഞ്ഞ് സിംഹം പശുവിനെ വിടുന്നതും പശു തിരിച്ചു വരുമ്പോൾ സിംഹത്തിന് അനുകമ്പ തോന്നിയിട്ട് പശുവിനെ വിടുന്നതും, ഇത്തരം നമുക്ക് മൂല്യവത്തായിട്ടുള്ളത്. ഞാൻ പഠിച്ചത്, ആദ്യ അക്ഷരം പഠിച്ചത് തറന്ന. ആ തറയ്ക്ക് ഇപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. ഒരു തുളസി തറയും അതിന് മുകളിൽ തുളസി. ഇതാണ് പറ എന്ന് പറഞ്ഞ 2ാമത്തെ വാക്ക്. പാ പഠിച്ചത് പറ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് നെല്ലിന്റെ പറയാണ് നമുക്ക് ആ ചിത്രം എൻ്റെ മലയാള പാഠത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ജീവിതത്തോട് ഒട്ടി നിന്നുള്ള പാഠഭാഗങ്ങളായിരുന്നു നമ്മൾ. അതിൽ കരുണയുണ്ടായിരുന്നു, എല്ലാ വികാരങ്ങളും ഉണ്ടായിരുന്നു ആ പാഠങ്ങളിൽ. അപ്പോൾ ഒരു 5 വയസ്സ് മുതൽ 15 വയസ്സ് വരുന്ന ഒരു കുട്ടി ആ രീതിയിൽ സഞ്ചരിക്കുമ്പം, 15 വയസ്സ് 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം അവന്റെ ഉള്ളിൽ കരുണയുണ്ടാവും, ആർദ്രതയുണ്ടാവും, പരസ്പര സ്നേഹം ഉണ്ടാവും. ഇന്ന് അത്തരം പാഠഭാഗങ്ങൾ ആരാണ് എടുത്തു കളഞ്ഞത്? ഇപ്പൊ നമുക്കറിയാം, ഈ കുട്ടികൾ ഇപ്പൊ കുട്ടികളുടെ രാഷ്ട്രീയ അരിച്ചു ഒരു കലാലയത്തിലെ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതാണ്. ഞാനൊക്കെ സോണൽ മത്സരത്തിന് പോവുക, മോണാക്ട് കളിക്കുക, ഞാനൊക്കെ അങ്ങനെ വന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ അടിയാണ്, പരസ്പരം വലിയ വടി വെച്ച് പരസ്പരം തല്ലുന്നു, കൊല്ലാനും മടിക്കുന്നില്ല. കലാലയങ്ങൾ മുഴുവൻ ആ രീതിയിലായി. അപ്പൊ ആർദ്രതയില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ നിലവിലെ പാഠഭാഗങ്ങൾക്ക് വലിയ ഇതുണ്ട്. ടീച്ചർ പറഞ്ഞ പോലെ എക്കണോമിക്സിൽ നമ്മൾ ഒരു തിയറിയെ പഠിച്ചിട്ടുള്ളൂ. എപ്പോഴും എന്താണ്? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് മീൻസ് ആർ ലിമിറ്റഡ്. നമ്മൾ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ വാണ്ട്സിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ ധാരാളം മീൻസ് ഉണ്ടാവും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ ധാർമ്മികത വെച്ചിട്ട് നമ്മുടെ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ആ അൺലിമിറ്റഡ് ആയ വാണ്ട്സിനെ നമ്മളൊന്ന് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണല്ലോ ധാർമ്മികത. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ജീവിതത്തിൽ മതി എന്ന് പറഞ്ഞ് കുടുംബത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കാനും അനാവശ്യമായിട്ട് പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ അച്ഛനും അമ്മമാരും അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ അറിയിക്കില്ല. ഞാനൊക്കെ എനിക്ക് 2 നിക്കറും 2 ഷർട്ടും ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. ഒന്ന് വലിയ പെരുന്നാൾ കിട്ടും, ഒന്ന് ചെറിയ പെരുന്നാൾ കിട്ടും. അതേപോലെ എൻ്റെ കൂട്ടുകാർക്കും അങ്ങനെ തന്നെയാണ്. വിഷുവിനൊരു ഡ്രസ്സ് കിട്ടും, ഓണത്തിനൊരു ഡ്രസ്സ് കിട്ടും. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ക്രിസ്മസിന് കിട്ടും മറ്റൊരു വിശേഷം. അപ്പൊ ഈ 2 ജോഡി കൊണ്ട് അത് മൂട് കീറി തോള് കീറി ജീവിതത്തിന്റെ എല്ലാ പെടാപ്പാടുകളും അറിഞ്ഞുകൊണ്ടാണ് ഒരു കുട്ടി വളർന്നിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. കുട്ടി ഒന്നും അറിയരുതെന്ന് പറഞ്ഞ് കടം മേടിച്ചിട്ട് അവന് വേണ്ടുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുന്ന അച്ഛനും അമ്മയും അവരെയാണ് ആദ്യം നമ്മൾ പൂട്ടേണ്ടത്. ഒരു കുട്ടി ജീവിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ വീട്ടിലെ അവന്റെ അവസ്ഥ, അവന്റെ അച്ഛൻ എവിടുന്ന് പണം കൊണ്ടുവരുന്നു, അവന്റെ അമ്മ എന്താണ് ചെയ്യുന്നത്, കഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ ഉണ്ണുന്നത് എന്ന് അത് പഠിപ്പിക്കുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികളെ ഒന്നും അറിയരുത്, കുട്ടികളെ അറിയിക്കാണ്ട് വളർത്തണം. ഇതാദ്യം ഒഴിവാക്കി കുട്ടികളെ എല്ലാം അറിയണം. ഓരോ ബുദ്ധിമുട്ടും അറിഞ്ഞു വരുമ്പോഴാണ് ഈ ബന്ധങ്ങൾ. ഇപ്പൊ നമ്മൾ പറയും സിനിമ കേരളത്തിലെ, അതുകൊണ്ട് പറഞ്ഞ് ഞാൻ നിർത്താം. കേരളത്തിലെ സിനിമയും തമിഴ്നാട്ടിലെ സിനിമ എടുക്കുമോ? തമിഴ്നാട്ടിൽ വയലൻസ് ഉണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയാ വയലൻസ്? അമ്മയെ ഉപദ്രവിച്ചവനോടെ എനിക്ക് വയലൻസ്, പെങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അവിടുത്തെ മണ്ണിനെ ഉപദ്രവിച്ചതിനോട് അവൻ വയലൻസ് കാണിക്കും. അപ്പൊ അവരുടെ വയലൻസ് പറഞ്ഞാൽ എന്തിനാ? അവന്റെ അമ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ പെങ്ങൾക്ക് വേണ്ടി, അവന്റെ മണ്ണിന് വേണ്ടി. ഈ 3 പാശമില്ലാതെ ഒരു തമിഴ് സിനിമ നമുക്ക് കാണാൻ പറ്റില്ല. ഏത് പുതിയ സിനിമ എടുത്തു നോക്കുള്ളൂ,
ഈ തങ്കൈ പാശം, പിന്നെ തായ് പാശം, മൺപാശം, ഈ 3 പാശത്തിൽ നിന്നുകൊണ്ട് അവർ സിനിമ എടുക്കുള്ളൂ. അതിൽ വയലൻസ് ഒക്കെ ഉണ്ടാവും. അത് എന്തിനു വേണ്ടിയാണ്? അപ്പൊ അത് കാണുന്നവൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നൊരു അപ്പൊ അത് മൊറാലിറ്റിയിൽ അടിസ്ഥാനപ്പെട്ടുള്ള ലഹളയാണ് അവിടെ ഉണ്ടാവുന്നത്. ഇവിടെ അങ്ങനെയല്ല. അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, പെങ്ങളും ഇല്ല, ഒന്നുമില്ലാത്ത വയലൻസ് ആണ് ഇവിടെ വരുന്നത്. ഒന്നുമില്ലാത്ത വയലൻസ് ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല, സ്വന്തം പെങ്ങൾക്ക് വേണ്ടിയല്ല, സ്വന്തം ജീവിതത്തിന് വേണ്ടിയല്ല, വെറുതെ കൊല്ലുക, എങ്ങനെ വേണം കൊല്ലുക. അപ്പൊ ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇനി എന്ത് മാറ്റം ചെയ്യണമെങ്കിൽ ഈ രക്ഷകർത്താക്കൾ തീരുമാനിച്ചിട്ട് വീണ്ടും ഈ മുലപ്പാലിനൊപ്പം കൊടുക്കേണ്ട ഒരു സംഗതി ഉണ്ട്. ഏത് അമ്മയും മുലപ്പാലിനൊപ്പം കുഞ്ഞിന് കൊടുക്കേണ്ടത് സംസ്കാരമാണ്. അത് നമ്മൾ പറയും, പണ്ടൊക്കെ പറയും നമ്മൾ പാട്ട് പാടിയിട്ടാ കൊടുക്കുക, ഒരു താരാട്ട് പാടിയിട്ടാ കൊടുക്കുക. ഇന്ന് തള്ള എന്താ ചെയ്യുന്നത്? ആ മോള് കറിയാണെങ്കിൽ മൊബൈൽ ഓൺ ചെയ്തിട്ട് അതിലെ പാട്ടെടുത്ത് നെഞ്ചത്തേക്ക് വെച്ചു കൊടുക്കും. ആ ഒരു ഇത് അപ്പൊ നമ്മളെ ഫാമിലിയിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ. ഫാമിലി വീണ്ടും ഒന്ന് പഴയതിലേക്ക് തിരിച്ചു പോകണം. പുതിയതിൽ നമ്മൾ ടെക്നോളജി വേണം, ഒപ്പം ഈ പറഞ്ഞ ആർദ്രതയും വേണം, നല്ല മനസ്സും വേണം. ഓക്കെ, അത് വ്യക്തമാണ്. വളരെ ഭംഗിയായിട്ട് അങ്ങ് അവതരിപ്പിച്ചു. അപ്പോൾ അത് സ്കോട്ട് സ്ലീപ്പർ, നമ്മൾ മറ്റൊരു ആസ്പെക്റ്റ് കൂടി ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു സമൂഹത്തെ അത് ഒരു ഐക്യത്തിൽ ഒരേ നൂലിൽ അത് കോർത്തിണക്കുന്നത് അതിൻ്റെ ഒരു ധാർമ്മിക മൂല്യങ്ങൾക്ക്, മതവിശ്വാസങ്ങൾക്ക് വളരെയധികം ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിൽ നമുക്കറിയാം, നേരത്തെ ഞാൻ ടീച്ചർ തന്നെ പങ്കുവച്ചു, മാതാപിതാക്കളെ ഭയമില്ലാത്ത, അധ്യാപകരെ ഭയമില്ലാത്തൊരു തലമുറ വളർന്നു വരുന്നു. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സിനിമകളിലൂടെ വളരെ തന്ത്രപരമായിട്ട് മതവിശ്വാസത്തെ അവഹേളിക്കുന്ന രീതിയിൽ, അത് ക്രൈസ്തവ വിശ്വാസമായിക്കോട്ടെ, ഹൈന്ദവ വിശ്വാസമായിക്കോട്ടെ, മുസ്ലിം മതവിശ്വാസമായിക്കോട്ടെ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നല്ല കാര്യങ്ങൾ പറയുന്നവരൊരു തന്ത വൈബ് എന്ന രീതിയിലേക്ക് ഇന്നത്തെ ന്യൂജൻ തലമുറ കാണുന്ന രീതിയിലേക്ക് പോകും. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അതാണ് വ്യക്തമാകുന്നത്. നല്ല കാര്യങ്ങൾ, സദാചാരം പറയുന്നവരെ തന്ത വൈബ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. അവരെന്തോ ഒരു പഴഞ്ചൻ സംസ്കാരം എന്ന രീതിയിലേക്ക് പോകുന്നു. അത് വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലേ? അതിന് പിന്നിൽ കൃത്യമായിട്ടൊരു അജണ്ടയിൽ, അത് ഇവിടുന്ന് ഒരു മതവിശ്വാസം എടുത്തു മാറ്റി മൂല്യരഹിതമായിട്ടുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതി വളർത്തിയെടുക്കുന്നതിൽ അത്തരം ഒരു പ്രവണതയ്ക്ക്, ഈ ന്യൂജൻ ഇൻസ്റ്റാഗ്രാം പ്രവണതകൾക്ക് അല്ലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ട്രെൻഡുകൾക്ക് വലിയൊരു പ്രാധാന്യമില്ലേ ഫാദർ സ്കോട്ട് സ്ലീപ്പർ? തീർച്ചയായിട്ടും ഈ നവമാധ്യമങ്ങളെ ട്രെൻഡുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആരാണ് ഈ ട്രെൻഡ് കൊടുക്കുന്നത്, ആരാണ് ഈ ട്രെൻഡിന്റെ പിന്നാലെ പോകുന്നത്, അത് കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ നിന്നാണ് ഈ ട്രെൻഡുകളെല്ലാം ഫോം ചെയ്യുക. അതിന്റെ പിന്നാലെ പോകുന്നത് മറ്റു കുറേയേറെ യുവജനങ്ങളും പിന്നാലെ പോകുന്ന മറ്റു കുറേയേറെ തൊഴിൽ രഹിതരെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, തൊഴിലും നിലയും വിലയൊക്കെ ഉള്ളത് തന്നെയാണ് ഇതിന്റെ പിന്നാലെയൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഈ നവമാധ്യമങ്ങൾ എന്തിനാണ് ഈ മതവിശ്വാസങ്ങളിലേക്ക് കടക്കുന്നത്? അത് ഹൈന്ദവന്റെ വിശ്വാസം, അവനത് പൂജ്യമായിട്ട് കൊണ്ടുപോകട്ടെ. ക്രൈസ്തവന്റെ വിശ്വാസം അത് അങ്ങേയറ്റം പരിപാലനമായിട്ട് പോകട്ടെ. ഇസ്ലാം മതവിശ്വാസം അത് അതിൻ്റെതായ മൂല്യത്തോടുകൂടെ മുൻപോട്ട് പോകട്ടെ. ഈ മതവും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും കൂടെ ഒരുമിച്ച് കയറി വന്ന് പിന്നീട് നമ്മുടെ രാംസിംഗ് സാർ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രത്യേകമായ ചില പർട്ടിക്കുലർ ഗ്രൂപ്പുകൾ ഈ മാധ്യമ മേഖലയിലേക്കും അല്ലെ സിനിമ മേഖലകളിലേക്കും നമ്മുടെ കലാ സാംസ്കാരിക മേഖലകളിലേക്ക് വന്നതുവഴി മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന, തങ്ങളുടേതായ ആധിപത്യം പുലർത്തുവാനായിട്ട്, തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുവാനായിട്ട്, തങ്ങളുടെ ചരിത്രമാണ് യഥാർത്ഥമായിട്ടുള്ള ചരിത്രം എന്ന് പറഞ്ഞു പഠിപ്പിക്കുവാനായിട്ടും ഈ നാടിന്റെ നന്മയെ മൊത്തം മുച്ചൂട് മാറ്റിക്കൊണ്ട് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം, അവരാണ് ഇന്ന് ഈ മാധ്യമങ്ങളിലൂടെയും ഈ അല്ല മറ്റു കലാ സാംസ്കാരിക വേദികളിലൂടെ ഈ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുക. മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? അത് അതിന്റെ വഴിക്ക് വിട്ടുകൂടെ? മതം അതിന്റെ വഴിക്ക് പോകട്ടെ. നല്ല മാധ്യമ സൃഷ്ടികളും നല്ല സിനിമ പോലെയും നല്ല നാടകങ്ങളൊക്കെ രൂപപ്പെടട്ടെ. ഇന്ന് നമ്മുടെ നാട്ടിൽ നാടകങ്ങൾ കാണാൻ ആളില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ നല്ല നല്ല നാടകങ്ങൾ, ഇപ്പൊ സാർ ഓർമ്മപ്പെടുത്തിയതുപോലെ, ടീച്ചർ ഓർമ്മപ്പെടുത്തിയതുപോലെ, നല്ല മൂല്യങ്ങൾ കൈമാറ്റം ചെയ്യുന്ന നാടകങ്ങൾ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലെ നല്ല ചവിട്ട് നാടകങ്ങൾ നഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ നാടോടികളായിട്ട് അന്ന് പറയാൻ പറ്റുകയില്ല, നാടോടി നൃത്തം പോലെയും അതോടൊപ്പം തന്നെ നാടൻ കലാരൂപങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഈ നാടൻ കലാരൂപങ്ങളിലൂടെ അവർ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ മതവിശ്വാസം ഉണ്ടായിരുന്നു. ആ മതവിശ്വാസത്തിന്റെ നന്മയും തിന്മയും അല്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന അധാർമികമായ കാര്യങ്ങളെ കുറിച്ച് അവർ പറയുമായിരുന്നു. ആ അധാർമികമായ കാര്യങ്ങളെ മാറ്റുവാനായിട്ട്, ധാർമ്മികമായ ഒരു നിലപാട് സ്വീകരിക്കുവാനായിട്ട് ഇവിടെ കലാരൂപങ്ങൾക്ക് സാധിച്ചിരുന്നു. ഇന്ന് ഈ കലാരൂപങ്ങൾ തന്നെ പങ്കുവെക്കുക,
അധാർമികമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ആകാശദൂത് പോലെയുള്ള എത്രയോ നല്ല സിനിമകളുണ്ട്. ഈ ആകാശദൂത് പോലെയുള്ള നല്ല സിനിമകൾ ഓർത്തിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ മാർക്കോ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു പല വിധത്തിലും അക്രമം മാത്രമുള്ള ഒരു മൂല്യമില്ലാത്ത ചിത്രങ്ങളിലൂടെ കടന്നു വരും. ഈ അടുത്ത നാളിൽ സ്വർഗം എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്തു. അത് നമ്മളിൽ എത്ര ആളുകൾ കണ്ടിട്ടുണ്ട്? അതിന് വലിയ മാധ്യമ പ്രസക്തിയോ അല്ലെങ്കിൽ അതിന് വലിയ ബ്ലോക്ക് ബസ്റ്റർ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ഫിലിമായിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല. അതേസമയം അതിന്റെ കൂടെ ഇറങ്ങിയിട്ടുള്ള ഒരന്തവും കുന്തവും ഇല്ലാത്ത കുറേയേറെ പടങ്ങൾ പോകുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും സംസാരിച്ചതുപോലെ ഒരു തലമുറയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം ലക്ഷ്യം. ഒരു തലമുറയെ ഇല്ലാതാക്കുക, പണത്തിന് വേണ്ടി എല്ലാം അങ്ങ് ഉപയോഗിക്കുക, ഒരു യൂസ് ആൻഡ് ത്രോ സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ സാമൂഹ്യ മാനമില്ല, മതാത്മകമായ മാനമില്ല. ഈ നാടിന്റെ നന്മകളൊക്കെ ഒരു കാലത്ത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷിച്ച എത്രയോ ഉത്സവങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, എത്രയോ ക്രൈസ്തവ ആചാരങ്ങളുണ്ടായിരുന്നു, എത്രയോ മുസ്ലിം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആചാരണങ്ങളൊക്കെ നമ്മൾ ഒന്നു ചേർന്നാൽ ഇപ്പൊ ആ ഒരു ഒന്നിപ്പും ആ ഒരു സമത്വവും ആ ഒരു പങ്കുവെക്കലിന്റെ അനുഭവം ഒന്നുമില്ല. ഇന്ന് ഒരു നാട്ടിലൊരു പൊതു പ്രോഗ്രാമത്തിന്റെ അത് ഇന്ന ആളുടെ, ഇന്ന ജാതിയുടെ, ഇന്ന സമൂഹത്തിന്റെ, ഈ ജാതിയും മതവും മതവെറിയൊക്കെ പോണ്ട് ഇന്ന് ആളുകൾ അങ്ങ് പൊക്കോണ്ടിരിക്കും. ഇങ്ങനെ ആളുകളെ രൂപപ്പെടുത്തി എടുത്തത് തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ നാടിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ. നമ്മുടെ യുവജനങ്ങളെ വഴിതെറ്റിച്ച് നമ്മുടെ യുവജനങ്ങളെ ഇല്ലാതാക്കി ഈ നല്ല നാടിന്റെ നന്മയെ നഷ്ടപ്പെടുത്തി സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ച് പോകുന്ന സിനിമകളും ചില മതത്തിന്റെ പേരില്, ചില മതവിശ്വാസത്തിന്റെ പേരില് എന്തും കാട്ടിക്കൂട്ടാവുന്ന രീതിയിലേക്ക് ഈ നാടിനെ വളർത്തി അതിന്റെ പിന്നാലെ കുറച്ചു പോകാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറെ രാഷ്ട്രീയ നേതൃത്വം ഈ നാട്ടിലുണ്ട്. ഈ ഇന്ന് കലാലയ രാഷ്ട്രീയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വെറും അക്രമസക്തമായിട്ടും ഇത്തരം കാരിയേഴ്സ് ആയിട്ട് മാറുവാൻ വേണ്ടിക്ക് മാത്രം ഉപയോഗിക്കുന്ന കുറെ യുവതയെ വാർത്തെടുക്കാൻ വേണ്ടിക്ക് മാത്രം രാഷ്ട്രീയം കളിക്കുന്ന കുറെ അക്രമസക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനകൾ, ഇതൊക്കെ മാറിയെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ നല്ല നല്ല കാര്യങ്ങൾ ഇനി നടക്കാനായിട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് എല്ലായിടത്തും ഒരു പരിവർത്തനത്തിന് വിധേയമാകുന്ന രീതിയിൽ പാഠ്യപദ്ധതികൾ രൂപപ്പെടണം, നമ്മുടെ പൊതുബോധം രൂപപ്പെടണം, നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളെ തിരികെ പിടിക്കുന്ന പാഠഭാഗങ്ങൾ ഉണ്ടാകണം, കലാരൂപങ്ങൾ ഉണ്ടാകണം. അത് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുന്ന വേദികളിൽ കൈമാറ്റം ചെയ്തില്ല എങ്കിൽ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് അധികം നാള് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, അവസാനമായിട്ട് നമുക്കറിയാം നമ്മൾ നേരിടുന്ന പല പ്രതിസന്ധികൾ, വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. പലപ്പോഴും ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ ഒരു നിരാശയാണ്. നമ്മൾ ഈ നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഇങ്ങനെ ആയല്ലോ, ഇവിടെ ജീവിച്ച് ഇനി ഏതെങ്കിലും തരത്തിൽ ജീവിച്ച് മരിക്കണം എന്നുള്ള ഒരു ആംഗിളിലേക്ക്, അത്തരം ചിന്താഗതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. പലരും നാട് വിടാൻ ശ്രമിക്കുന്നു, നിരാശ മനോഭാവം, നിസ്സംഗത മനോഭാവത്തിലേക്കൊക്കെ പോകുന്നു. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ഡോക്ടർ കൊച്ചുറാണി ജോസഫ്? നമുക്ക് എങ്ങനെ നമ്മുടെ നാടിൻ്റെ ആ ഒരു നന്മ, ആ മലയാള തനിമ, ആ ഒരു സത്വബോധം, മലയാളത്തിൻ്റെ ആ നല്ലൊരു എന്താ പറയുക ഉള്ള ഒരു അവസ്ഥ, അതിനെ നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാൻ സാധിക്കും ഡോക്ടർ കൊച്ചുറാണി ജോസഫ്? ഒരിക്കലും നിരാശപ്പെടരുത്. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമുക്ക് എപ്പോഴും ഏതൊരു സാഹചര്യത്തിലും പ്രത്യാശയുള്ളവരായിരിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിന് പറ്റിയ രീതിയിലുള്ള ഒരു ബോധവൽക്കരണമോ അല്ലെങ്കിൽ കാര്യമായ ഇടപെടലുകളോ നടത്തുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം. നമ്മള് കാടടച്ച് സിനിമകളെയോ സീരിയലുകളെയോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളെയൊക്കെ പറയുമ്പോഴും ഇതിനെ ഫിൽട്ടർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. ഫിൽട്ടർ ചെയ്യാൻ ചില ഫാമിലീസ് എല്ലാ ശനിയാഴ്ചയും സിനിമയ്ക്ക് പോകും. വലിയ ക്രെഡിറ്റ് ആയിട്ട് അവർ പറയുന്നത് ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയും ഞങ്ങളുടെ ഫാമിലി ഔട്ടിംഗ് ആണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ നല്ല ഇന്നസെൻസ് നല്ല കാര്യമാണ്. പക്ഷെ 30 കഴിഞ്ഞാൽ നിങ്ങളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫിൽട്ടർ ചെയ്യാൻ അറിയാം വയലൻസ് എന്താണ്, പ്രണയം എന്താണ് എന്നാ. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 2 വയസ്സുള്ള കൊച്ചിനും 5 വയസ്സുള്ള മൂത്തവനും ഇത് ഫിൽട്ടർ ചെയ്യാൻ കഴിവില്ല എന്ന് ഓർക്കണം. അവന്റെ തലച്ചോറിലേക്ക് കടന്നു പോകുന്ന വയലൻസിന് റിയാക്ഷൻസ് വരാൻ പോണത് അവന് ഒരു 15 വയസ്സ് കഴിയുമ്പോഴായിരിക്കും. ഈ 2 വയസ്സിലും 5 വയസ്സിലും കയറിപ്പോയ ഇമേജറിക്ക് റിയാക്ഷൻസ് വരും. അപ്പൊ അത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ സിനിമ കാണുന്ന കാര്യത്തിൽ എന്തിനാണെന്ന് ഫിൽട്ടർ ചെയ്യാൻ പഠിക്കണം. രണ്ടാമത് ഞാൻ പറയുന്നത്, കുട്ടികൾക്കൊക്കെ നോ പറഞ്ഞ് കുട്ടികളെ വളർത്തുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. പലതും നിഷേധിക്കുന്നില്ല. അതുകൊണ്ടാണ് 10 വയസ്സുകാരന് മൊബൈൽ നിഷേധിക്കുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്നത്. അവന്റെ 2 വയസ്സിലും 3 വയസ്സിലും ഒന്നിനും നോ പറഞ്ഞില്ല. പലതും നിഷേധിക്കാതെ പറഞ്ഞത്. സാറ് രാമസേന സാറ് എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, എക്കണോമിക്സിൽ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് ദ മീൻസ് ആർ ലിമിറ്റഡ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് സെന്റൻസ് ഉടനെ ഇങ്ങനെ പറയുന്നത്, എക്കണോമിക്സ് ഇസ് ദ സയൻസ് ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. അപ്പൊ ഈ ദൗർലഭ്യത്തിന്റെ ഇടയിൽ എന്ത് ചൂസ് ചെയ്യണം, എന്ത് വേണം, എന്ത് വേണ്ട,
ദിസ് ചോയ്സ് എടുക്കാൻ, ദ എബിലിറ്റി ടു ചൂസ്. ഞാൻ ഈ സിനിമ കാണണമോ, ഞാൻ ഈ സീരിയൽ കാണണമോ, മക്കളെ ആ സിനിമയുള്ള ദോഷങ്ങൾ ഇന്നാണ്, ഗുണങ്ങൾ ഇന്നാണ്. ദ എബിലിറ്റി ടു ചൂസ് നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് എന്താ പറ്റുന്നതെന്ന് അറിയാമോ? പലപ്പോഴും തലമുറകളെ സ്വാധീനിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളത്. അപ്പൊ അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അവിടെയാണല്ലോ എഫക്റ്റീവ് പേരന്റിങ് എന്നുള്ള വാക്കൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾക്ക് പലപ്പോഴും ഇന്നത്തെ തലമുറയ്ക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാനൊരു കോളേജിൽ പോയി കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുക. അപ്പൊ ഗ്രാബ് എവരി ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വന്നപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ്. സൂര്യൻ പ്രകാശിക്കുമ്പോൾ തന്നെ വൈക്കോൽ ഉണക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞു. ഒരു കൊച്ചുടനെ ചോദിക്കുക, യു സെറ്റ് വൺ വേർഡ്, വാട്ട് വൈക്കോൽ, സംതിങ് യു സെറ്റ്, വാട്ട് ഈസ് വൈക്കോൽ മാം? കാര്യം മനസ്സിലായല്ലോ, വാട്ട് ഈസ് വൈക്കോൽ മാം? സാറ് പറ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തത്. അപ്പൊ ഇതാണ് തലമുറയുടെ വ്യത്യാസം. വൈക്കോൽ എന്നാന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവനെ കൊണ്ടുപോയി കാണിക്കണം, പാടം എന്താണ്, കൃഷി എന്താണ്, നെല്ല് എങ്ങനെയാ ഉണ്ടാകുന്നത്, നെല്ലിൽ നിന്ന് വൈക്കോൽ എങ്ങനെയാ മാറുന്നത്, ദിസ് ഈസ് വൈക്കോൽ. അല്ലാണ്ട് വാട്ട് ഈസ് വൈക്കോൽ മാം എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ പറയുന്നത്? സോ ഇതാണ് നമ്മുടെ തലമുറ എന്നാണ് പറയുന്നത്. ജീവിതഗന്ധിയായ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് അടിത്തറ ഇല്ലാത്ത വിധത്തിൽ ഇത് വിദ്യാഭ്യാസം ഇങ്ങനെ നെയ്തെടുക്കുന്നത് കൊണ്ട് കിട്ടേണ്ടത് കിട്ടാതെ പോവുകയും കിട്ടാത്ത കിട്ടുകയും ചെയ്യും. അത് മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, നേരത്തെ പറഞ്ഞ സിലബസിലൂടെ, വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ, ഇടപഴകുന്ന ഫ്രണ്ട്സിലൂടെ. യു ടെൽ മീ അബൌട്ട് യുവർ ഫ്രണ്ട്, ഐ വിൽ ടെൽ യുവർ ക്യാരക്ടർ എന്നാണ്. താങ്കളുടെ സുഹൃത്തിനെ കുറിച്ച് എന്നോട് പറയുക, ഞാൻ താങ്കളുടെ സ്വഭാവം പറയാന്ന്. അപ്പൊ കുട്ടികൾ പെടുന്ന ഇടങ്ങൾ മാതാപിതാക്കൾ പോലും അറിയുന്നില്ല. കുട്ടികൾ ചെന്നിരിക്കുന്ന സൗഹൃദങ്ങൾ, അവരുടെ സംസാര വിഷയങ്ങൾ, അവരുടെ ഇടപെടലുകൾ, അവരുടെ ക്രിയേറ്റിവിറ്റി എങ്ങോട്ടൊക്കെയാ പോകുന്നത്. ശരിക്കും വളരെ ക്രിയേറ്റീവ്, ടെക്നോളജിക്കലി ആൻഡ് അതർവൈസ്. പുതിയ തലമുറയെ നമ്മൾ അങ്ങനെ കുറ്റം പറയരുത് കേട്ടോ, വളരെ ക്രിയേറ്റീവ് ആണ് അവർ. നമ്മുടെ ഈ ട്രോളൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കേ, ഈ ട്രോളുകളുടെയൊക്കെ പിന്നിലെ ഭാവന സൃഷ്ടികൾ അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ സ്പോണ്ടേനിയസ് ആണ്. ഒരു സാധനം വരുമ്പോൾ തന്നെ ട്രോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞു. എന്ത് സ്പോണ്ടേനിറ്റിയാണ്. ഇതിനെയൊക്കെ പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മുതിർന്ന തലമുറയുടെ ഒരു പരാജയം എന്ന് ഞാൻ പറയും. അതുകൊണ്ട് നമ്മൾ കാടടച്ച് വെടിവെച്ച് നിരാശ പിടിക്കേണ്ട. there is പോസിറ്റിവിറ്റി അല്ലെ? എല്ലാത്തിന്റെ ഇടയിൽ കൂടെ ഒരു ദീപ്തമായ മിഴിവാർന്ന ജീവിതത്തിനുള്ള സ്കോപ്പ് ഉണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ജീവിക്കുന്നവർ പരാജയമായേക്കാം. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ ദീപ്തി അല്ലെങ്കിൽ അവർ പ്രസരിക്കുന്ന ഒരു ചൈതന്യം, അവർ ചുറ്റുപാടുകളിലേക്ക് കൊടുക്കുന്ന പ്രസരിപ്പ്, അവരുടെ ജീവിത വിശുദ്ധിയിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ നന്മ, സാർ നേരത്തെ പറഞ്ഞാൽ ആർദ്രത, അനുകമ്പ, കരുണ, നന്മ, സ്നേഹം, സഹാനുഭൂതി, ഇതെല്ലാം വിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. നമുക്ക് ചുറ്റുമുണ്ട്, ധാരാളമുണ്ട്. അവരെയും കൂടി കരുതി കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിരാശയ്ക്ക് വകുപ്പില്ല കേട്ടോ. നിരാശ പിടിച്ചിരിക്കാനുള്ളവരല്ല നമ്മള്. ഈ അന്ധകാരത്തിലും ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ. അത് വളരെ വ്യക്തമായിട്ട് തന്നെ ടീച്ചർ അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് കേരളം കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജാതി മത വർഗ ഭേദമന്യേ ഈ തിന്മയ്ക്കെതിരെ, ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം തിന്മകൾക്കെതിരെ, അത് ലഹരി ഭീകരതയായിക്കോട്ടെ, സിനിമകളിലൂടെ വയലൻസിനെ മഹത്വവൽക്കരിക്കുന്ന പ്രവണതയായിക്കോട്ടെ, അധാർമിക മൂല്യങ്ങളെ മഹത്വവൽക്കരിക്കുന്ന പ്രവണതയായിക്കോട്ടെ, കുടുംബ മൂല്യങ്ങളെ, കുടുംബ ബന്ധങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങളായിക്കോട്ടെ, അതിനെ എതിർത്ത് തോൽപ്പിക്കുവാൻ, അത് ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ഒരു ഇച്ഛാശക്തിയിലേക്ക്, ഒരു ആർജവത്തിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹം മാറേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ ഭരണ നേതൃത്വങ്ങൾക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. പഴയ കേരളത്തെ, സുന്ദരമായിട്ടുള്ള ആ ഒരു കേരളത്തെ, ആ ഒരു മലയാളി തനിമയെ തിരിച്ചുപിടിക്കുന്നതിൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ എടുക്കുവാൻ ഇവിടുത്തെ ഭരണ രാഷ്ട്രീയ സാമുദായിക നേതൃത്വങ്ങൾക്ക് ആകട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ ബിഗ് ഡിബേറ്റ് വൈൻഡപ്പ് ചെയ്യുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ രാമസിംഹൻ, ഫാദർ സ്കോട്ട് സ്ലീബ, ഒപ്പം തന്നെ ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, 3 പേർക്കും നന്ദി.